അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ജോസ്ലിൻ നവ്യ. ഞാൻ കൊഴിഞ്ഞാമ്പാറയിൽ നിന്നാണ് വരണത്. ഞാനൊരു വെറ്റിനറി ഡോക്ടറാണ്. എൻ്റെ 5 months പ്രഗ്നൻസിയിൽ തന്നെ എനിക്കൊരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഹെർപ്പിസ് പോലെയാണ് അവർ പറഞ്ഞത് ഡോക്ടർ. പക്ഷേ ഞാൻ അന്ന് മുതൽക്ക് സെഹിയോൺ ടൗൺ മിനിസ്ട്രിയുടെ ഓൺലൈൻ ശുശ്രൂഷ എപ്പോഴും സ്ഥിരമായിട്ട് കൂടുമായിരുന്നു. വെള്ളിയാഴ്ച അതിൽ രോഗീലേപന ശുശ്രൂഷ എനിക്ക് ഭയങ്കര ഒരു ദൈവിക അനുഭവം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തോ ദൈവിക ഇടപെടൽ കാരണം ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ മാറി പിന്നെ ഇവിടെ പാലനയിലാണ് കാണിച്ചത്. അപ്പം അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു അത് പേടിക്കാനൊന്നുമില്ല, ജസ്റ്റ് സ്കിന്നിൽ വരുന്ന ടാഗ് പോലത്തെ ചെറിയൊരു ഇൻഫെക്ഷനാണ്, അത് പെട്ടെന്ന് മാറും, നമുക്ക് സിസേറിയൻ ചെയ്തിട്ട് അതിന് വേണ്ടുന്ന നോക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഫ്രാൻസിസ് അച്ഛനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ ലൂക്ക 10:19 ഇതാ പാമ്പുകളുടെയും തേളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും ഇതേ ചവിട്ടി നടക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നുള്ള വചനം 250 തവണ ദിവസവും പറയാൻ പറഞ്ഞു. അതുപോലെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഞാനൊരു ഡോക്ടറായതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്തിരി വിശ്വാസ കുറവുണ്ടായിരുന്നു. അതുകൊണ്ടാവും എനിക്ക് സിസേറിയൻ ചെയ്തത്. പക്ഷേ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ് വിത്തിൻ 2-3 ആഴ്ചയ്ക്കകം തന്നെ എൻ്റെ ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ട് മാറി. ഇപ്പോൾ ഡോക്ടേഴ്സിന് തന്നെ അത്ഭുതമായിരുന്നു ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് മാറിയെന്ന്. അപ്പോൾ അവരെന്നോട് ചോദിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇത് പൂർണ്ണമായിട്ട് മാറിയതെന്നാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞ് NICUലായിരുന്നു ഒരു 7 days-ഓളം. അപ്പം ഒരു 2-3 ദിവസം ആകുമ്പോഴേക്കും തന്നെ എനിക്ക് ടെൻഷനൊക്കെ ആയി. അപ്പോഴും ഹസ്ബൻഡ് അച്ഛനെ വിളിച്ച് പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിക്കണതിൻ്റെ ഫലമായി ഒരു 7-ാം ദിവസം തന്നെ അവൻ ഡിസ്ചാർജായി. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ജോസലിൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽപ്പെട്ടതാണ്. ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഗർഭാവസ്ഥയിൽ. അവർ പ്രാർത്ഥിച്ചു, അതിൻ്റെ ഫലമായിട്ട് കുഞ്ഞിനെ കർത്താവ് നൽകി അനുഗ്രഹിച്ചു. കൊച്ചു ജനിച്ചതിന് ശേഷം പറഞ്ഞതുപോലെ അല്പം പ്രോബ്ലം ഉണ്ടായിരുന്നു, അതിലും കർത്താവ് ഇടപെട്ടു. ഹല്ലേലൂയ. ജോസലിൻ പറഞ്ഞത് ഞാൻ പ്രാർത്ഥന കുറവായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എൻ്റെ കുട്ടിയെയും ജോസലിനെയും സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. നമുക്ക് പ്രാർത്ഥന കൊണ്ട് മാറ്റാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്തിലൊന്നുമില്ല. പ്രാർത്ഥന കൊണ്ടാണ് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അതാ ഡോക്ടർമാർ പോലും അത്ഭുതപ്പെട്ടത്.